തലേ ദിവസം സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നയാൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പോകണ്ടെന്ന് പറയും. പിന്നെ ചക്കരെ തേനെ മുത്തേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇഷ്ടംപോലെ ബുക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ടൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുപോകാൻ റെഡിയാക്കുന്നത്. റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സൈറ്റഡ് മോഡാണ്. ട്രെയിനിലൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് സ്കൂളിലോട്ടുള്ള ട്രെയിൻ ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ സ്കൂൾ ബസ്സൊക്കെ പോലെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഞങ്ങളെ വിളിക്കാൻ തിരിച്ചു വരുമോ എന്നൊക്കെ. സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അത്ര സന്തോഷത്തോടെ അല്ലെങ്കിലും ഒരു ടാറ്റയൊക്കെ തന്നിട്ട് പുറകോട്ട് നോക്കി നോക്കി അകത്തോട്ട് പോകും. പാവം. പ്രീ സ്കൂൾ ആയതുകൊണ്ട് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഗെയിമിലാണ്. വരയ്ക്കാൻ കളേഴ്സും മോൾഡ് ചെയ്യാൻ ക്ലേയും ഒക്കെ കൊടുക്കാറുണ്ട്. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ മാർക്കറ്റിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എല്ലാം വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കലാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ വർക്കിലോട്ടും വൈഫ് കിച്ചണിലോട്ടുമാണ്. ഭയങ്കര രസമുള്ള പാരറ്റ്സ് അല്ലേ. ഓസ്ട്രേലിയയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോറിക്കീറ്റ് എന്ന് പറയുന്ന സ്പീഷ്യസിലുള്ളതാണിത്. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പിന്നെയും പോയി വിളിക്കും. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവേ. ടീച്ചേഴ്സ് മിക്കവാറും പരിഭവം പറയാറുണ്ട് ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഒരാൾക്ക് ബുഷൊക്കെ ഹെയറിൽ കെട്ടിക്കൊടുത്തിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നൊക്കെ. ഇവിടെ എനിക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, പിന്നെയാണ് ഇവർക്ക്. തിരിച്ചു വരുന്ന വഴിക്ക് ആദ്യം മിക്കവാറും പറയുന്നത് മമ്മേനെ കാണാൻ തോന്നി, പപ്പേനെ കാണാൻ തോന്നി എന്നൊക്കെയാണ്. വീട്ടിൽ വരുമ്പോഴാണ് ഇവർക്ക് ശ്വാസം നേരെ വീഴുന്നത്. ഇത്രയും നേരം സ്കൂളിൽ ഇങ്ങനെ പാവം പോലെ ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് ഓട്ടവും ചാട്ടവും അലറി വിളിയും ഗുണ്ടായിസം മുഴുവൻ പുറത്തെടുത്ത് സ്വയമായിട്ട് അങ്ങ് കംഫർട്ടബിൾ ആയിട്ട് എൻജോയ് ചെയ്യുവാണ്.